നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോപ്പിൽ ഭാസിയുടെ സഹോദരനും സിനിമാ നാടക നടനുമായിരുന്ന തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാമത് ചരമവാർഷികാനുസ്മരണം ഡിസംബർ 17 നടക്കും. ചലച്ചിത്ര താരം എം മുകേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടികയറും. 20-നാണ് നാരീപൂജ. ആലപ്പി ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CA2 ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. CA2 ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. AITUCയുടെ തൊഴിൽ സംരക്ഷണ പ്രക്ഷോഭയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു വരുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് KP രാജേന്ദ്രൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഭവനത്തിലേക്ക് 18-12 ഒരു മാർച്ചും ധർണയും നടത്താൻ സംസ്ഥാന കമ്മിറ്റി ആലുവയിൽ ചേർന്നപ്പോൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പെട്ടെന്ന് ഈ ധർണ സംഘടിപ്പിക്കാൻ ഇടയായത്. ധർണ സംഘടിപ്പിക്കാനുള്ള കാരണം ഞാൻ നോട്ടീസിൽ തന്നിട്ടുണ്ട്, എങ്കിൽ പറയാതിരിക്കാനും പറ്റിയല്ല. കേരളത്തിലെ പ്രൈമറി സഹകരണ സംഘം ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ചത് 1993 അന്ന് ME രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോഴാണ്. അന്ന് അദ്ദേഹം പെൻഷനും ബേസിക് പേയും അതിൻ്റെ പകുതി DAയും ആയിട്ട് ആദ്യം ഒരു പെൻഷൻ അനുവദിച്ചു. പിന്നീട് വന്ന സർക്കാർ ആ ബേസിക് പേ ഒന്നുമില്ലാതെ ഒരു കൺസോളിഡേറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശുകൊണ്ട് കഴിഞ്ഞു പോരേണ്ട ഗതികേടാണ് സഹകരണ ജീവനക്കാർ. രാത്രി പകലന്തയോളം മുട്ടത്ത് പാടത്ത് പണിയെടുക്കുന്നവരെ പോലെ തന്നെ സഹകരണ ജീവനക്കാരൻ പണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ പാരാരാത്രിക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സർക്കാർ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ കൊണ്ട് തയ്യാറാക്കിയ പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് നൽകുക, സർക്കാർ പങ്കാളിത്ത സഹകരണ പെൻഷൻ നടപ്പിലാക്കുക, നിർത്തലാക്കിയ DR പുനഃസ്ഥാപിക്കുക, മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, മെഡിസെപ്പ് നടപ്പിലാക്കുക, 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പാളയം രക്സാക്ഷി മണ്ഡപത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന മാർച്ച് സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. M വിൽസന്റ് MLA മുഖ്യപ്രഭാഷണം നടത്തും. ടൈം ന്യൂസ് ആലപ്പുഴ. തോപ്പിൽ ഭാസിയുടെ സഹോദരനും സിനിമാ നടനും നാടക നടനുമായ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാമത് ചരമവാർഷിക അനുസ്മരണ പരിപാടികൾ 17 നടക്കും. പ്രമുഖ നടൻ M മുകേഷ് ഉദ്ഘാടനം ചെയ്യും. തോപ്പിൽ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഉദ്ഘാടനവും അനുസ്മരണവുമാണ്. കേരളത്തിലെ മലയാള നാടക ലോകത്തിലെ ഇതിഹാസമായ തോപ്പിൽ ഭാസിയുടെ അനുജൻ തോപ്പിൽ കൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ 36ാമത് ചരമവാർഷികമാണ്. സമുചിതമായി ആഘോഷിക്കുവാൻ ഈ അനുസ്മരണ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് സിനിമാ നടൻ മുകേഷ്, ഫൗണ്ടേഷൻ ഉദ്ഘാടനം നടത്തുന്നത് രമേശ് ചെന്നിത്തല, മുഖ്യ പ്രഭാഷകനായി ആർട്ടിസ്റ്റ് സുജാതൻ, വിഭു വിരുപ്പങ്കോട്, തോമ്പൽ രാജശേഖരൻ, APC വൈശാഖൻ, സുരേഷ് തോപ്പിൽ തുടങ്ങിയവരാണ്. തോപ്പിൽ ഭാസിയുടെ സഹോദരനും നാടക സിനിമാ നടനുമായ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാമത് ചരമവാർഷിക അനുസ്മരണം ഡിസംബർ 17 നടക്കും. വള്ളികുന്നം അമൃത ജംഗ്ഷനിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര താരം M മുകേഷ് MLA ഉദ്ഘാടനം ചെയ്യും. കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല MLAയും നിർവഹിക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാന നാടക അവാർഡ് നേടിയ കലാകാരന്മാരെ MS അരുൺകുമാർ MLA ആദരിക്കും. ആർട്ടിസ്റ്റ് സുജാതൻ, ഗാനരചയിതാവ് വിഭു പിരപ്പൻകോട് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും. തുടർന്ന് പഴയകാല കലാകാരന്മാരുടെ ഒത്തുചേരലായ കലാസന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടികയറും. 20-നാണ് നാരീപൂജ. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 12 നോമ്പ് ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടികയറും. 17 മുതൽ 19 വരെ സർവൈശ്വര്യ സ്വസ്തി യജ്ഞം, 20-ന് നാരീപൂജ, 26-ന് കലശവും തിരുവാഭരണ ഘോഷയാത്രയും, 27-ന് ആറാട്ടും മഞ്ഞൾ നീരാട്ടും നടക്കും.
തിങ്കളാഴ്ച 9-നാണ് കൊടിയേറ്റ്. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, ഒളശ മംഗലത്ത് ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. ഇതിനു മുൻപായി കൊടിയും നീരേറ്റുപുറം 10-ാം നമ്പർ SNDP ശാഖ ഗുരുക്ഷേത്രത്തിൽ നിന്നും എത്തിക്കും. 11:30 ഉച്ച പൂജയ്ക്ക് ശേഷം പുഴുക്ക് സദ്യ നടക്കും. 20 രാവിലെ 9 നാരി പൂജയും സാംസ്കാരിക സമ്മേളനവും സാമൂഹിക പ്രവർത്തക റാണി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും 11 ശ്രീബലി, 11:30 ഉച്ചപൂജ, 1 പ്രസാദകൂട്ട്, വൈകിട്ട് 5 തിരുവാതിരക്കളി, രാത്രി 7:30 കളമെഴുത്തും പാട്ടും എന്നിവയും നടക്കും. ടൈനൂസ് നീരേറ്റുപുറം. ചേർത്തലയിൽ വാഹനാപകടം. ട്രെയിലർ ലോറിക്ക് അടിയിൽപ്പെട്ട ബൈക്ക് യാത്രികരായ യുവാവും യുവതിയും മരിച്ചു. ചേർത്തലയിൽ വാഹനാപകടം. ട്രെയിലർ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികരായ യുവാവും യുവതിയും മരിച്ചു. ചേർത്തല പട്ടണക്കാട് 5-ാം വാർഡിൽ പൊന്നാമ്പളി ഭാർഗവി മന്ദിരത്തിൽ രാജുവിൻ്റെ മകൻ ജയരാജ് 34, തിരുവനന്തപുരം മലയിൻകീഴ് സ്വദേശി സുരേഷ് കുമാറിൻ്റെ ഭാര്യ ചിഞ്ചു എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയിൽ സെൻറ് മൈക്കിൾസ് കോളേജിന് മുന്നിൽ ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. ടൈനൂസ് ചേർത്തല. AITUCയുടെ തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. കേന്ദ്രം കേരളത്തോട് അവഗണനയാണ് കാണിക്കുന്നതെന്ന് KP രാജേന്ദ്രൻ. AITUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിൽ സംരക്ഷണ പ്രക്ഷോഭ ജാഥയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. ജാഥ ക്യാപ്റ്റനും AITUC സംസ്ഥാന പ്രസിഡന്റുമായ KP രാജേന്ദ്രൻ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അത് നാളെ ഏത് മേഖലയിലും ജനങ്ങൾ, സാധാരണക്കാർ, തൊഴിലാളികളുടെ മേൽ, സർക്കാർ ജീവനക്കാരാവട്ടെ, അധ്യാപകരാവട്ടെ, അവരുടെ മേലൊരു അധിക സാമ്പത്തിക ബാധ്യത വന്നാൽ താങ്ങാൻ കഴിയില്ല. ശമ്പളം വർദ്ധിക്കുന്നില്ല, DA വർദ്ധിക്കുന്നില്ല, മിനിമം കൂലി പുതുക്കുന്നില്ല, പ്രഖ്യാപിച്ച കൂലി കിട്ടുന്നില്ല, DA വലിയ തോതിൽ കുറഞ്ഞു വരുന്നു. അത് പറയും. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അവിടെ KSRTC ചുരുക്കുകയാണ്. KSRTC എനിക്ക് പിന്നെ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. KSRTC സഖാക്കൾ അങ്ങനെ ആശങ്കപ്പെടണ്ട. ഇത് TV തോമസും AITUC നമ്മുടെ പ്രസ്ഥാനം സ്ഥാപിച്ച സ്ഥാപനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ഒപ്പമുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. സഖാ ബിനോയ് വിശ്വം ഈ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചത് അതാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ ജീവിതമാണ്, അതവരുടെ കണ്ണുനീരാണ്, അത് കുഞ്ഞുമക്കളുടെ വിശപ്പിൻ്റെ വിളിയാണ്. ആ തൊഴിലാളികളോടൊപ്പം ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയ ചരിത്രമാണ് AITUCയുടെ 104 വർഷത്തെ ചരിത്രം. പ്രകൃതിക്ഷോഭകാലത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്ത അരിയുടെ വില പോലും തിരികെ വാങ്ങിയതാണ് കേന്ദ്രത്തിൻ്റെ നടപടിയെന്നും എല്ലാ ഇടപാടുകളിലും കേരളത്തെയും ജനങ്ങളെയും അവഗണിക്കുന്ന രീതിയാണ് കേന്ദ്രം തുടരുന്നതെന്നും KP രാജേന്ദ്രൻ ആരോപിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ CP മുരളി, ഡയറക്ടർ അഡ്വക്കേറ്റ് R സജിലാൽ, ജാഥാംഗങ്ങളായ PV സത്യനേശൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, G ലാലു, A ശോഭ, MD സുധാകരൻ, TT ജിസ്മോൻ, B മോഹൻദാസ്, DP മധു, KP ബിമൽ റോയ്, MC സിദ്ധാർത്ഥൻ, PM അജിത്, ബാബുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല സംസ്കാരയുടെ ആഭിമുഖ്യത്തിൽ മാധ്യമ സെമിനാറും സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല സംസ്കാരയുടെ നേതൃത്വത്തിൽ മാധ്യമ സെമിനാറും സാഹിത്യ സംഗമവും നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന മാധ്യമ സെമിനാറും സാഹിത്യ സംഗമവും മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നായർ സമുദായത്തിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും ഉണ്ണുനമ്പൂതിരി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളുമെല്ലാം ഈ കേരളത്തിലുണ്ടായി എന്നുള്ളതും ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. അതെല്ലാം പറയുമ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമനം അല്ലെങ്കിൽ ഉന്നം എന്നത് സമൂഹത്തിൻ്റെ പരിഷ്കരണം തന്നെയായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, സമൂഹത്തെ പരിഷ്കരിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആയി. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ നാക്കായി, വാക്കായി വേറെ ഒന്നും ഉണ്ടാവുകയില്ല എങ്കിൽ നമ്മൾക്ക് തന്നെ നാക്കും വാക്കും ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാധുജന പരിപാലനി അടക്കമുള്ള ഈ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ ഉദയം ചെയ്തത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെയും മാധ്യമപ്രവർത്തനത്തിൻ്റെയും കരുത്ത് ഈ പറയുന്ന കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുമാരനാശാൻ പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തുനിന്ന് എഴുതിയത്, മുറിവേൽപ്പിക്കലും ദൂർത്തർ പത്രം ചുട്ടുകരിക്കലും മുഷ്കിന് കീഴ്പ്പെടാതെ മരിപ്പോളം ത്വരിക്കുവിൻ എന്ന്. മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഈടുറ്റ ഒരു കരുത്തുറ്റ ഒരു ബലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി അത് മാറുകയായിരുന്നു. സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ, വെട്ടയ്ക്കൽ മജീദ്, പ്രദീപ് കൊട്ടാരം, ബേബി തോമസ്,
കെ ജഗദീശൻ, ടി പി സുന്ദരേശൻ, കെ പി ജയകുമാർ, പി രാജേഷ്, പി ദിലീപ്, ബാലചന്ദ്രൻ പാണവള്ളി എന്നിവർ സംസാരിച്ചു. ഉല്ലല ബാബു, അഡ്വക്കേറ്റ് നിക്ലാസ്, ശിവസുധ അനുസ്മരണവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. ചേർത്തലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ചേർത്തല. ആലപ്പുഴ ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല SNDP യൂണിയൻ ഹാളിൽ സജ്ജമാക്കിയ MM ലോറൻസ് നഗറിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. CITU ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ രംഗത്ത്, മോട്ടോർ രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആദ്യ നാളുകളിൽ നമ്മുടെ ജില്ലയിൽ ഈ രംഗത്ത് വന്നുകൊണ്ടിരുന്ന തൊഴിലാളികളിൽ വലിയൊരു ശതമാനം തൊഴിലാളികളെ നമ്മുടെ CITUവിൽ അണിനിരത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഈ രംഗത്ത് മറ്റു ചിലർ കടന്നു വരികയും നമ്മൾ പല സ്ഥലങ്ങളിലും ദുർബലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്തു. ഇന്നിപ്പോൾ അതിന് കുറേയധികം മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് തൊഴിലാളികൾ, ആ തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം തൊഴിലാളികളെ നമ്മുടെ CITUവിൻ്റെ പിന്നിൽ അണിനിരത്താൻ നമുക്കിപ്പോൾ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് അവർ പോയി ഇടപെടാനും അവയ്ക്ക് പരിഹാരം കാണാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് ആർ ഹരിദാസൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ പി ഷാജിമോഹൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MM അനസ് അലി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സ്കറിയ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നേതാക്കളായ CB ചന്ദ്രബാബു, P ഗാനകുമാർ, H സലാം MLA, KK കല്ലേശൻ, അഡ്വക്കേറ്റ് K പ്രസാദ്, NR ബാബുരാജ്, അഡ്വക്കേറ്റ് AM ആരിഫ്, XMB, B വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി PN സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ KE കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. KE കാർമൽ CMI സ്കൂൾ രജത ജൂബിലി ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ടാതിഥിയായി എത്തിയ സിനിമാ താരം ഗിന്നസ് പക്രു കലാപരിപാടികളിലൂടെ കാണികളുടെ മനം കവർന്നു. സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ ആ സമയത്ത് വന്നു കയറി എന്തെങ്കിലും സംസാരിച്ച് പെട്ടെന്ന് തന്നെ വേദിയിൽ നിന്ന് കടന്നു പോകാനാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഇരിക്കേണ്ടി വരുമോ എന്ന്. പക്ഷേ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ച 3 ഇനങ്ങൾ സത്യത്തിൽ എന്നെ ഇരുത്തിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. വിദ്യാർത്ഥികളുടെ കലാ അഭിരുചി കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയണമെന്ന് ഗിന്നസ് പക്രു പറഞ്ഞു. KE കാർമൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനം മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രജത ജൂബിലിയുടെ ലോഗോ പ്രകാശനവും ഗിന്നസ് പക്രു നിർവഹിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓൾ കേരള ചിൽഡ്രൻസ് ഫെസ്റ്റിൽ 2ാം തവണയും സ്കൂൾ കരസ്ഥമാക്കിയ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി വേദിയിൽ സ്കൂളിന് സമർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ സാംജി വടക്കേടം, CMI മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ, CMI വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസ്, സ്കൂൾ ബെർസാർ ഫാദർ സനു വലിയവീട്, PTA പ്രസിഡന്റ് PP അഭിലാഷ്, സെക്രട്ടറി റോക്കി തോട്ടുങ്കൽ, പഞ്ചായത്ത് അംഗം V വിഷ്ണു, സന്തോഷ് മുഖൻ എന്നിവർ സംസാരിച്ചു. ടൈനൂസ് മുഹമ്മ. ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് കൂട്ടായ്മ ചേർത്തലയുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് ചേർത്തല കൂട്ടായ്മയുടെ സമ്മേളനം നടന്നു. ശനിയാഴ്ച ചേർത്തല ഉള്ളൻസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. TPF സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോക് കുമാർ കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഈ പെൻഷൻ ഓർഗനൈസേഷന്റെ ഒരു സമരം നടക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്?
അവിടെ നേരം വെളുക്കുമ്പോൾ 10 മണിക്ക് അവിടെ കുറച്ച് ആൾക്കാർ ചെന്നിരിക്കും. അവർ തമ്മിൽ കുശലാന്വേഷണം നടത്തും. അവർക്കെന്തോ ഇപ്പോൾ കൂപ്പണാണ് ടോക്കണ എന്തോ എടുത്ത് ഊണ് കഴിക്കാൻ പോകും. പിന്നെയും വൈകുന്നേരം വന്നിരിക്കുമെന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ വന്നിരുന്നിട്ട് എണീറ്റ് പോകണം. ആരറിയുന്നു? എന്തെങ്കിലും ഞങ്ങൾ അറിയുന്നുണ്ടോ? ഇതൊക്കെ വെറുതെ സമര ആഭാസങ്ങളല്ലേ? എന്തുപയോഗം? ഈ സമരം ആ സമരം നടക്കുമ്പോഴാണ് നമുക്ക് ഈ മാസം കിട്ടേണ്ട പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പം ഇന്നലെ ഞങ്ങളുടെ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടു, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു. ഈ പെൻഷന് MOU ഒപ്പിടാനായിട്ട് ഉള്ള ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. മന്ത്രി വാക്ക് തന്നിട്ടുണ്ട്. ഇത് പെൻഷൻ MOU ഒപ്പിടാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പെൻഷൻ ഉടനെ തരാമെന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറേ എന്താണ് അതിന് പറയുന്നത്, കുറേ വാചക കസർത്തുകൾ ഇങ്ങനെ പറയും. ഒരു ലജ്ജയുമില്ലാതെ ഇങ്ങനെ പറയുന്ന ഒരു ജനറൽ സെക്രട്ടറിയും ഒരു യൂണിയനും. അപ്പോൾ ആ യൂണിയനാണ് ഞങ്ങൾ അതിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈ 2012 തന്നെ ഞങ്ങൾ ഈ പെൻഷൻ നേരത്തെ പറഞ്ഞു എന്നാണ്, ഈ പെൻഷൻ അവകാശമാണ്. എന്താണ് നമുക്കിതിന് ഒരു ഇതുമില്ല. TPF എക്സിക്യൂട്ടീവ് അംഗം K. രമണൻ അധ്യക്ഷനായി. TPF പ്രസിഡന്റ് M. ജഗന്നാഥൻ നായർ, K. സുന്ദരേശൻ നായർ, TJ മോഹൻ മാത്യു, K. മോഹൻകുമാർ, K. അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ് ചേർത്തല. പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റി അംഗമായ PS രത്നാകരന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റി അംഗവും തൈക്കാട്ടുശ്ശേരി സ്വദേശിയുമായ PS രത്നാകരന്റെ ആദ്യ കവിതാ സമാഹാരം ഭാവി ഗീതിക പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല NSS യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ AM ആരിഫിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരു പള്ളിയിലച്ഛൻ കുർബാനയ്ക്കിടയിൽ ചോദിച്ചു, ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? എല്ലാവരും കൈപൊക്കി ഒരുമിച്ച് ധൃതിയിൽ. അടുത്ത ചോദ്യം, ആർക്ക് ആദ്യം പോകണം? ആരും കൈപൊക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ, നമ്മളാരും മരണം വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കണമെന്ന കൊതി നമുക്ക് കൂടുക. അപ്പോൾ അതേപോലെ ഏറ്റവും ഒരു എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയെ മനസ്സിലേക്ക് പോകാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണപ്പാട്ടിൽ തുടങ്ങി ആഘോഷത്തിൽ തുടങ്ങിയ ജീവിതം അവസാനത്തെ ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എല്ലാ ആശ്രയവും കഴിയും, എല്ലാ ആഘോഷവും കഴിയുമ്പോഴാണ് ഈ വയസ്സാങ്കാലത്ത് എല്ലാവർക്കും ഈശ്വരവിശ്വാസം വരുന്നത്. ഞാൻ ഫ്രാൻസിൽ വെച്ചിട്ട് ഒരു കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എൻ്റെ നാട്ടിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു ഒറ്റൊരു കാര്യം, ഞങ്ങളെല്ലാം സുരക്ഷിതരാണ്. കാര്യം എൻ്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പെൻഷൻ മതി എനിക്ക് ജീവിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഓരോ പൗരനും അങ്ങനെ സുരക്ഷിതരാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ജീവിതം ആസ്വദിച്ച് തീർക്കും. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജീവിതമൊട്ട് ആസ്വദിക്കുകയില്ല. എടുക്കുകയാണെങ്കിൽ ലോണും എടുത്ത് ജീവിച്ച് അവസാനം അത് അടച്ചു തീർക്കേണ്ട ബാധ്യതയിൽ വിരമിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ അങ്ങനെ കൊണ്ട് കളഞ്ഞ് ആധിയിലൂടെ ജീവിച്ചു പോകുന്നവരാ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധം നമ്മളെ പൗരന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർക്കതല്ല. അപ്പോൾ ആ സുരക്ഷിതത്വം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ ഈ ആധ്യാത്മിക പാത സ്വീകരിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് ചേർത്തല രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി SR ഇന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി B. വിനോദ്, P. ഷാജിമോഹൻ, PG മുരളീധരൻ, PM പ്രമോദ്, ഷെർലി ഭാർഗവൻ, TS അജയകുമാർ, VR രജിത, ദീപ സജീവ്, B. ഷിബു, അംബിക ശശിധരൻ, അഡ്വക്കേറ്റ് B. മനോഹരൻ വൈക്കം, ആർട്ടിസ്റ്റ് AK ഗോപിദാസ്, കനക രാഘവൻ, ES കുമാരി വിജയ, TR മുകുന്ദൻ നായർ, N. ജോഷി, PO ദേവസ്യ എന്നിവർ സംസാരിച്ചു. പുസ്തക രചയിതാവ് PS രത്നാകരൻ മറുപടി പ്രസംഗം നടത്തി. ടൈം ന്യൂസ് ചേർത്തല. പ്രസിദ്ധമായ അരൂക്കുറ്റി മാത്താനം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 1008 നാളികേരത്താൽ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികൾ മുഖ്യ കാർമ്മികനായി. അരൂക്കുറ്റി ശ്രീ മാത്താനം ഭഗവതി ക്ഷേത്രത്തിൽ 1008 നാളികേരത്താൽ നടന്ന മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച പുലർച്ചെ ജയശ്രീ നായർ മാധവ മന്ദിരം ഭദ്രദീപം പകർന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി അനേകായിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ടൈനൂസ് അരൂക്കുറ്റി.
പറയകാട് നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഔഷധ തൈല രഥഘോഷയാത്രയും മറ്റ് ചടങ്ങുകളും സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നാലുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ധ്വജ തൈലാദിവാസം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര പുനർനിർമ്മാണത്തോട് അനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്ര അതിർത്തിയിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും ഔഷധ തൈല ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി. ആയിരക്കണക്കിന് സ്ത്രീഭക്തരാണ് തൈല ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി സിജി ശാന്തി, സതീഷ് ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് മുന്നോടിയായി നടന്ന താന്ത്രിക കർമ്മങ്ങൾ ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാൽ നിർവഹിച്ചു. തൈല സമർപ്പണം PD ലക്കി നിർവഹിച്ചു. തുടർന്ന് ചുറ്റമ്പലത്തിനുള്ള പാതുകം വെൽപ്പും നടന്നു. ക്ഷേത്ര പ്രസിഡന്റ് തിരുമല വാസുദേവൻ, വൈസ് പ്രസിഡന്റ് KK സജീവൻ, സെക്രട്ടറി NP പ്രകാശൻ, ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈനൂസ്, തുറവൂർ. ചേർത്തല വേളറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശീവേലി പന്തലിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ദശലക്ഷക്കണക്കായ ഭക്തജനങ്ങളുടെ മൂലകുടുംബ ആസ്ഥാനമായ ചേർത്തല വേളറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നടപ്പന്തൽ ശിലാസ്ഥാപന കർമ്മം നടന്നു. ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി പ്രസിഡന്റ്, P ചന്ദ്രമോഹൻ സെക്രട്ടറി, സുരേഷ് ബാബു ദേവസ്വം മാനേജർ MD ശ്രീകുമാർ, സോഹൻലാൽ, മധുസൂദനൻ, ജയകൃഷ്ണൻ തിരുമേനി, പുരുഷോത്തമൻ നായർ, മഹിധരൻ, പ്രസാദ, മറ്റ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തോപ്പിൽ ഭാസിയുടെ സഹോദരനും സിനിമാ നാടക നടനുമായിരുന്ന തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാമത് ചരമവാർഷികാനുസ്മരണം ഡിസംബർ 17 നടക്കും. ചലച്ചിത്ര താരം M മുകേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടികയറും. 20-നാണ് വാരിപൂജ. ആലപ്പി ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CATU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. CATU ദേശീയ കൗൺസിൽ അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. AITUCയുടെ തൊഴിൽ സംരക്ഷണ പ്രക്ഷോഭയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു വരുന്നതെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് KP രാജേന്ദ്രൻ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.